ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 45-ാമത്തെ സങ്കീർത്തനമാണ്. 17 തിരുവചനങ്ങളുള്ള സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് രാജകീയ വിവാഹം എന്നുള്ളതാണ്. ഈ സങ്കീർത്തന ഭാഗം വിവാഹത്തിൻ്റെ അവസരങ്ങളിൽ ഭവനങ്ങളിൽ, ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. രാജാവിൻ്റെ വിവാഹ ആഘോഷത്തിന് പാടിയ ഒരു കീർത്തനമാണ് എന്ന് നമുക്കിതിനെ കരുതാം. കാരണം രാജ്ഞിയുടെ മഹത്വം ഇതിൽ ഏറ്റുപറയുന്നുണ്ട്. രാജാവിൻ്റെ കഴിവുകൾ, രാജപത്നിയുടെ സൗന്ദര്യമെല്ലാം ഇതിൽ വിവരിക്കുന്നുണ്ട്. ദൈവത്താൽ അഭിഷിക്തനാകുന്ന രാജാവ് ദൈവിക സ്വഭാവത്തോടെ പ്രവർത്തിക്കണം എന്നത് സങ്കീർത്തകൻ എടുത്തു പറയുന്നുണ്ട്. പിതൃഭവനത്തെ മറന്ന് ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് സ്വയം നൽകുന്ന രാജപത്നിയുടെ സ്വഭാവം ഈ സങ്കീർത്തനം എടുത്തു പറയുന്നുണ്ട്. രാജപത്നിയുടെ ബാഹ്യ മനോഹാരിത പോലെ ആയിരിക്കണം ആന്തരികമായിട്ടുള്ള മനോഹാരിതയുമെന്ന് സങ്കീർത്തകൻ ദ്യോതിപ്പിക്കുന്നുണ്ട്. സന്താനോൽപാദനത്തെക്കുറിച്ച്, വംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും സങ്കീർത്തകൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ആന്തരികമായിട്ടുള്ള ഒരു സ്വഭാവം നൽകണമേ. ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനായിട്ടുള്ള രാജാവ് വിജയശ്രീലാളിതനാകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും വിജയം ഞങ്ങൾക്ക് നൽകണം. ആന്തരികമായിട്ടുള്ള ഒരു വലിയ മനോഹാരിത ഞങ്ങൾക്ക് തരണം കർത്താവേ. ബാഹ്യ സൗന്ദര്യത്തെക്കാളുപരി ആന്തരിക സൗന്ദര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വലിയ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി നമ്മുടെ ആന്തരികമായിട്ടുള്ള മനുഷ്യനെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.